അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ലട്ടാ ഫ്രണ്ട്സ്. കുറെ നന്മമരങ്ങളുണ്ട് കേട്ടാ. ആന വെയിൽ കൊള്ളാണ്, അതാണ് കിടന്ന് പറഞ്ഞിട്ട്. കൊല്ലത്തിലാകെ കുറച്ച് വട്ടല്ലേ വെയിൽ കൊള്ളുന്നുള്ളൂ ഗൈസ്. അതാണ് കൊണ്ടടന്ന് വെക്കണം. അത്രയും മൃഗങ്ങളെയും ഗൈസ് കൊന്നു കൊടുക്കണേ. അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ലട്ടാ ഫ്രണ്ട്സ്. ഏതൊരു പൂരപ്രേമി എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഏതൊരുത്തനാണ് വിവരക്കുറവ് അസാരമുണ്ട്. അസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാരം ലെവന് വിവരക്കേടുണ്ട്. ആന വെയിൽ കൊള്ളുന്നുണ്ട്, കൊണ്ടോട്ടെ, വർഷത്തിൽ ഒരിക്കലല്ലേ കൊള്ളുന്നുള്ളൂ എന്നാണ് ഇവൻ്റെ ആ ഒരു ഘോരമായിട്ടുള്ള ഒരു വർത്തമാനം. തീർച്ചയായിട്ടും ഇവനെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് 25 വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചു. ആനയുടെ പാപ്പാനാണ്, രണ്ടാം പാപ്പാനാണ് മരിച്ചത്. ആനയ്ക്ക് ഭയങ്കര സ്നേഹമാണല്ലോ മനുഷ്യരോട്. അതിന് ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സ്നേഹിച്ചു കളയുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വകതിരിവില്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കണം. ആന എന്ന് പറയുന്നത് നിങ്ങൾ ശേഖരാന്നും അയ്യപ്പാന്നും മുരുക എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടെ തലയുമാട്ടി വരുന്ന ഒരു പെറ്റ് ആനിമൽ അല്ല. പെറ്റ് ആനിമൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പെറ്റ് ആനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണങ്ങുന്ന മൃഗം. ഇതൊരു ടാംഡ് ആനിമലാണ്. ഇണങ്ങുകയില്ല. നമുക്ക് ഭയപ്പെടുത്തി നിർത്താൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന ചില സംഗതികൾ മാത്രം അനുസരിക്കാൻ അവരെ കൊണ്ട് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ സാധിക്കും. ഇനിയും തുടരെ അത്തരത്തിലുള്ള പീഡനമുറകൾ തനിക്ക് ആവശ്യമില്ല, അത് തൻ്റെ ദേഹത്ത് വരരുതേ എന്ന ഭയത്തിൻ്റെ പുറത്ത് ഇവർ അനുസരിക്കുന്ന മൃഗങ്ങളാണ് ഇവർ ടാംഡ് ആനിമൽസ് എന്ന് പറയുക. ആന അടക്കമുള്ള പുലി, സിംഹം, ഇതിനൊക്കെ ടാം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്ന് വെച്ച് ഇവരുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എത്ര തന്നെ നിങ്ങൾ പരിശീലിപ്പിച്ച, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു നായയാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ അതിനെ ഉപദ്രവിച്ചാലും അത് തിരിച്ച് നിങ്ങളൊന്നും കാട്ടില്ല. അത് നിങ്ങളുടെ അടിമയായിരിക്കും. ആനയും മറ്റും ഒരു കാരണവശാലും ഒരാളുടെയും അടിമയല്ല എന്ന് ലെവന് ഇടയ്ക്ക് നല്ല ബോധ്യം വരും. അപ്പോഴത് ഇടയും, ആക്രമിക്കും, തനി സ്വഭാവം കാണിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 25 വയസ്സുള്ള ഒരു പാവം പയ്യന് ജീവൻ നഷ്ടപ്പെട്ടത്. 25 വയസ്സെന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ ചിന്താഗതികളൊക്കെ എന്തായിരിക്കും? ഒരുപക്ഷെ ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചു തന്ന അവനെ പോലൊക്കെ തന്നെയായിരിക്കും. ആ വാർത്തയൊന്ന് നിങ്ങളൊന്ന് കേൾക്കുക തന്നെ വേണം കേട്ടോ. മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട്. ഇന്നലെ വിളക്കുത്സവം, കുടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വിളക്കുത്സവം നടക്കുകയായിരുന്നു. അതിനാണ് ഈ ആനയെ, വഴുവാടി കർഷനാഥൻ എന്ന ഈ ആനയെ കൊണ്ടുവന്നത്. ഈ ആന ഇന്നലെ തന്നെ ഏതാണ്ട് ചെറിയ തോതിൽ ഇടഞ്ഞ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആനയെ ആ സമയത്ത് ചില ആളുകൾ ആ പ്രദേശത്തൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ചില ആളുകൾക്ക് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്നലെ ഉണ്ടായി. അതുകൊണ്ട് ഈ ആനയെ കൊട്ടിലാൽക്കൽ എന്ന ഈ പറയുന്ന ദേവസ്ഥന്റെ, കൂടൽമാണിക്യം ദേവസ്ഥന്റെ പറമ്പിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു ഷെഡിനോട് ചേർന്നായിരുന്നു തളച്ചിരുന്നത്. ഈ ഷെഡ് ഇന്ന് ഉച്ചയോടുകൂടി ആന തകർക്കുകയായിരുന്നു. ആന തകർക്കുന്നതോടുകൂടി ഈ ആനയെ തളയ്ക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും. ഒന്നാം പാപ്പാൻ അമൽ 28 വയസ്സ്, രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ 25 വയസ്സ്. ഈ 2 പേർക്കാണ് പരിക്കേറ്റത്. ആന ചവിട്ടുകയായിരുന്നു ശ്രീകുട്ടനെ എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുട്ടനെ നെഞ്ചിൽ കാര്യമായ രീതിയിൽ ചവിട്ടേറ്റിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഉടൻ തന്നെ ഈ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് ഈ ആനയെ തളച്ചത്. എന്തായാലും ഇരിഞ്ഞാലക്കുടയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ശ്രീകുട്ടൻ എന്ന 25 വയസ്സുകാരൻ രണ്ടാം പാപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആന ഒരു ദിവസം കിലോമീറ്ററുകളോളം നടക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെ നടന്നാണ് ഇവർ ഭക്ഷണം ശേഖരിക്കുന്നു, കഴിക്കുന്നു. ഈ നടത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ദഹന പ്രക്രിയയൊക്കെ കാര്യമായിട്ടും കൃത്യമായിട്ടും നടക്കുന്നത്. പുല്ല്, മുളയുടെ കൂമ്പുകൾ, തങ്ങൾക്ക് എത്തിപ്പിടിക്കാനാവുന്ന ഇലകൾ, ഇതൊക്കെയാണ് ഇവർ ഭക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ മനുഷ്യന്മാർ മീറ്ററുകളോളം ദൂരെയുള്ള പനമ്പട്ടയൊന്ന് വെട്ടിക്കൊടുക്കാൻ കാട്ടിലെ ഒരാൾക്കും ആനയ്ക്ക് പാപ്പാന്മാരില്ല എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയായാലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആനപ്രേമികൾ കൂടുന്തോറും ഇത്തരത്തിലുള്ള മരണങ്ങളും കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നോക്കൂ, മനുഷ്യർക്ക് തന്നെ നടക്കാൻ വയ്യാത്ത അത്ര ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. ഒരു 10 മണി മുതൽ 4 മണി വരെ ഒന്നും പുറത്തേക്ക് ഇറങ്ങരുത്. ഇതിനിടയ്ക്കുള്ള 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ഈ ആനകളെ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ചെരുപ്പിടാതെ ഒന്ന് റോഡിലൂടെ ഒക്കെ നടന്നു നോക്കണം. കാലിനടിയിലെ ആ തൊലി പോയി പോകും. ഈ ആനകളും ഇതേപോലെ തന്നെയുള്ള
തൊലിയും മറ്റുമൊക്കെ ഉള്ള ഒരു ജീവിയാണ്. അവർക്കും ചവിട്ടുമ്പോൾ പൊള്ളും. ഈ പൊള്ളൽ സഹിക്കവയ്യാതെ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. എന്ത് ചെയ്യാൻ കഴിയും? ബൈ.